ഇവിടെ വരുന്ന മിക്ക പേഷ്യൻസ് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് നട്ടെല്ലിന് പൊട്ടുണ്ട്, വേദനയുണ്ട്, പഴയ പോലെ ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഈ നട്ടെല്ലിന് പൊട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത് സ്പോണ്ടൈലോലൈസിസ് എന്നാണ്. ഈ ഒരു പൊട്ട് വരാനുള്ള കാരണം ചിലപ്പോൾ അവരോട് ഹിസ്റ്ററി ചോദിക്കുന്ന സമയത്ത് ഒരു വീഴ്ചയൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല. പക്ഷെ അവരുടെ ജോലി ചിലപ്പോൾ ഒരുപാട് ബാക്ക്വേർഡ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ജോലിയായിരിക്കും. അതായത് എക്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് എന്നാണെന്ന് പറയാം. ആ ഒരു കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഈ ഒരു ലൈസിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പൊതുവേ നമ്മുടെ വേർട്ടിബ്രേ നട്ടെല്ലെന്ന് പറയുന്നത് നിരനിരയായിട്ട് കിടക്കുന്നതാണ്. അതിന് പകരം ചില വേർട്ടിബ്രേ ഒരു വേർട്ടിബ്രേ ചിലപ്പോൾ തെന്നിയിട്ടായിരിക്കും നിൽക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ടും നമുക്ക് ഈ ഒരു ഫ്രാക്ചർ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒരു സൈഡ് ആവണം എന്നില്ല, നട്ടെല്ലിൻ്റെ 2 സൈഡിലും ഫ്രാക്ചർ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാവുന്ന വീഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ്, ഇതൊക്കെ വഴി നമുക്ക് ഈ ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു കണ്ടീഷന് നമുക്ക് തോന്നാം നമുക്ക് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫോൾ ഉണ്ടായി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളതൊരു ഡോക്ടറെ കാണിച്ച് തക്കതായ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതിലൂടെ നമുക്ക് ന്യൂലി അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് ഈ ഒരു ഫ്രാക്ചറിനെ ഹീൽ ചെയ്യിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള സപ്പോർട്ടീവ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള മസിൽസിനെ നമുക്ക് ആക്റ്റീവാക്കി സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും സാധിക്കും. ഇതിനോടൊപ്പം തന്നെ അവർക്ക് സൈക്കോ സോഷ്യൽ കോൺഫിഡൻസ് കൂട്ടാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ അവർ പഴയൊരു ലൈഫ് സ്റ്റൈലിലോട്ട് തിരിച്ചു വരും.